ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസിഗ്നി ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് ക്ലോസിലെ തേർഡ് ഇഫ് ക്ലോസ് ആണ് കേട്ടോ. ഇത് ഒരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് വളരെ സിമ്പിളായിരിക്കും. ആദ്യമായിട്ട് ഈ വീഡിയോസ് കാണുന്നവരും ബിഗിനേഴ്സിനും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ പേടിക്കേണ്ട, നമ്മൾ മുമ്പത്തെ 1-2 വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഒരു വീഡിയോ, പിന്നെ ഇഫ് ക്ലോസിൻ്റെ വീഡിയോസ് ഉണ്ടാവും. ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കാര്യം പിടികിട്ടും കേട്ടോ. ഈ ഒരു ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് 3, അതായത് തേർഡ് ഇഫ് ക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലയാളത്തിൽ പറയാൻ വെച്ചാൽ ഇതേ മീനിങ് ആയിരിക്കും വരിക. ഞാൻ സെക്കൻഡ് ഇഫ് ക്ലോസിൽ ഉപയോഗിച്ച അതേ സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. സെൻറ്റൻസ് ഇതാണ്: നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടായേനെ. ഇതാണ് കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടായേനെ, എങ്കിൽ എന്ന് വന്നില്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഇഫ് ക്ലോസിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സെക്കൻഡ് ഇഫ് ക്ലോസിൽ പറയണം തോന്നി കഴിഞ്ഞാൽ പറഞ്ഞോളൂ, തേർഡ് ഇഫ് ക്ലോസിൽ വേണമെങ്കിലും പറയാം. രണ്ടിലും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്, നമ്മൾ ഡിസൈഡ് ചെയ്യാം. പക്ഷേ കൂടുതലും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ തേർഡ് ഇഫ് ക്ലോസ് ആണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. കുറച്ച് വലുതാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് സെൻറ്റൻസ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ റൂളുണ്ട്, കാരണം നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്തെങ്കിൽ അപ്പുറത്തെ സെൻറ്റൻസിന് ഇതേ ഫോർമാറ്റിൽ തന്നെ യൂസ് ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ഗ്രാമറാണല്ലേ, എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പലരും ചിന്തിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ സിമ്പിളാണ്. പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതൊന്നും ഗ്രാമറല്ല കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഞാൻ പറയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊരാൾ മലയാളത്തിൽ പറയുമ്പോൾ ഇത് ഗ്രാമറാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇംഗ്ലീഷിലും ഇത് ഗ്രാമറൊന്നുമല്ല, ഇത് ബേസിക്കാണ്. ഇതില്ലാണ്ടൊന്നും നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പേര് പറയുന്നത്. നമുക്ക് ടോക്ക് ചെയ്യുമ്പോൾ പേരിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലല്ലേ പറയണ്ടേ. അപ്പോൾ ഹാഡ് വെച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ഹാഡ് അല്ലേ. അപ്പോൾ ഹാഡ് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാസ് ആയാലും ഹാവ് ആയാലും ഹാഡ് ആയാലും തൊട്ടപ്പുറത്ത് വെർബാണെങ്കിൽ തേർഡ് ഫോമിൽ തന്നെയായിരിക്കും യൂസ് ചെയ്യാം. കാരണം പലർക്കും ഹാഡ് വെച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഇപ്പോൾ റൈറ്റാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ റൈറ്റ് ആണോ, റോട്ടാണോ, റിട്ടൺ ആണോ, റൈറ്റിംഗ് ആണോ എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് എടുത്ത് പറയുന്നത് കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞിട്ട് വെർബാണെങ്കിൽ നമ്മൾ തേർഡ് ഫോം തന്നെയായിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. കണ്ണടച്ച് വെച്ചോളൂ. അപ്പോൾ നമുക്കറിയാം ഈ സെൻറ്റൻസ് എവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക. മിക്കതും അമ്മമാരായിരിക്കും ഇത്തരത്തിലുള്ള സെൻറ്റൻസ് പറയാറ്. കുട്ടികളുടെ അടുത്ത് പഠിക്കാൻ പറയും, കുട്ടി പഠിച്ചില്ല, റിസൾട്ട് വന്നു, കുട്ടി ചിലപ്പോൾ തോറ്റുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടി തോറ്റു എന്ന് വിചാരിക്കാം. അപ്പോൾ അമ്മ ഉപദേശിക്കുന്നതാണ് ഈ സംഭവം, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടായേനെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരിക്കും: If you had studied, you would have passed the exam. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എക്സാം ജയിച്ചിട്ടുണ്ടായേനെ. നീ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അവനെ കണ്ടിട്ടുണ്ടായേനെ. If you had gone there, ഓട്ടോമാറ്റിക് മനസ്സിലായല്ലോ, ഹാഡ് കഴിഞ്ഞ തേർഡ് ഫോമേ വരുള്ളൂ. If you had gone there, you would have seen him. ഇവിടെ ഹാസ്, ഹാവ്, ഹാഡിനും തേർഡ് ഫോം അല്ലേ, അതുകൊണ്ട് ഹാവ് കഴിഞ്ഞ തേർഡ് ഫോം തന്നെയാണ്. മനസ്സിലായില്ലേ? ഹാസോ ഹാവോ ഹാഡോ കഴിഞ്ഞിട്ട് വെർബാണെങ്കിൽ തേർഡ് ഫോം ആണ്. അപ്പോൾ അവിടെയും തേർഡ് ഫോം ആയിരിക്കും, അടുത്ത സെൻറ്റൻസിൽ തേർഡ് ഫോം ആയിരിക്കും. എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞ് കോമ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് സീനാണ്. സീനിന് പകരം നമുക്ക് വേണമെങ്കിൽ മെറ്റും വെക്കാം, മീറ്റിൻ്റെ തേർഡ് ഫോം മെറ്റ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരാളെ കാണുമ്പോഴാണ് നമ്മൾ ആ മെറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് സീനാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നീ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടായേനെ. നീ ആ ഡോക്യുമെൻറ്റ്സ് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടായേനെ എന്നുള്ളതാണ്. ഇഫ് യു ഹാഡ് റെഡ് ദ ഡോക്യുമെൻറ്റ്സ്, റെഡ് എന്നല്ലേ പറയാ, തേർഡ് ഫോമിന് റീഡ്, റെഡ് എന്നല്ലേ. അപ്പോൾ റെഡ്. ഇഫ് യു ഹാഡ് റെഡ് ദ ഡോക്യുമെൻറ്റ്സ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് എവ്രിതിങ്. നിനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായേനെ എന്നുള്ളതാണ് ഈ ഫോമിൽ വരുന്നത്. ഇനി നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഓഫീസിലാണ്, അവർ മെയിൽ അയച്ചില്ല, അതുകൊണ്ട് നമുക്ക് കാര്യം പിടികിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചുമില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുകയാണ്, പിന്നീട് അവരെന്താ പ്രൊഡക്റ്റ് അയക്കാത്തേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ്, താങ്കൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടായേനെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇഫ് യു ഹാഡ് സെൻഡ്. ടി ആണ് കേട്ടോ, തേർഡ് ഫോം ടിയിലല്ലേ വരുന്നത്. ഇഫ് യു ഹാഡ്
sent the mail, we would have sent the product. താങ്കൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടായേനെ എന്നുള്ളതാണ്. നമുക്ക് വേറൊരു കാര്യം നോക്കാം. താങ്കൾ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക്, ഇപ്പോൾ നമ്മൾ പറയില്ലേ അന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയേനെ എന്ന് പറയാണ്. അന്ന്, അതായത് നമുക്കറിയാം ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ ഓർഡർ കൊടുത്തു, പക്ഷേ പൈസയും കാര്യങ്ങളൊക്കെ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല. പക്ഷെ ആൾ ചോദിക്കുകയാണ് എനിക്ക് ഡിസ്കൗണ്ട് എന്താ കിട്ടാത്തതെന്ന്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പറയാണ്, താങ്കൾ അന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായേനെ. നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് bought the product at that time, you would have got the discount. താങ്കൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായേനെ എന്നുള്ള രീതിയിൽ കേട്ടോ. അതുപോലെ ഇപ്പോൾ താങ്കൾ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കളുടെ അസുഖം മാറിയിട്ടുണ്ടായേനെ, അല്ലെങ്കിൽ താങ്കൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായേനെ, അല്ലെങ്കിൽ താങ്കൾക്ക് റിസൾട്ട് തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് ഡൺ ദാറ്റ്, താങ്കൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ഗോട്ട് ദ റിസൾട്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ മണി ആയില്ലെങ്കിൽ ചിലപ്പോൾ പണമായിരിക്കും, താങ്കൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് പൈസ കിട്ടിയേനെ ആയിരിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗോട്ട് ദ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വുഡ് ഹാവ് ഗോട്ട് ദ റിസൾട്ട്, താങ്കൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായേനെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ രീതിയിലാണ് ഈ ഫോം വരുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പ്രത്യേകം പറഞ്ഞു, ബിഗിനേഴ്സൊക്കെ മുമ്പത്തെ വീഡിയോസും കൂടി ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വല്ലവർക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോഴ്സുകളിൽ ചെയ്യാം കേട്ടോ. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.